ദേവനന്ദനം. ഇത് ദേവന്റെയും നന്ദയുടെയും തീവ്രമായ പ്രണയത്തിന്റെയും അവരുടെ ജീവിതയാത്രയുടെയും കഥയാണ്. മനോഹരമായ ഒരു അനുഭവം ഇത് നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറത്ത് ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരുന്നു. ഇടനാഴിയിലെ പഴയ ക്ലോക്ക് സമയം 5 മണിയായെന്ന് അറിയിച്ചു. നന്ദ അടുക്കളയിൽ നിന്നും ചൂട് ചായയുമായി ഉമ്മറത്തെ കോലായിലേക്ക് വന്നു. മുത്തശ്ശി അകത്തെ മുറിയിൽ ഉറക്കത്തിലാണ്. ആ തറവാട്ടിൽ ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമാണ് താമസം. ചെറുപ്പത്തിലെ ഒരു വാഹനാപകടത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട നന്ദയ്ക്ക് ഈ മുത്തശ്ശിയും ഈ വലിയ തറവാടുമാണ് ലോകം. അവൾ ഉമ്മറത്തെ ചാരുപടിയിൽ ചായക്കോപ്പയും പിടിച്ചിരുന്നു. മുറ്റത്തെ മാവിൻ കൊമ്പുകൾ കാറ്റിലാടുന്നുണ്ട്. ആ തണുത്ത കാറ്റ് അവളുടെ മുഖത്ത് തഴുകി കടന്നുപോയി. ചായയുടെ ആവി പറക്കുന്നതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നന്ദയുടെ ഉള്ളിൽ പഴയ കുറേ ഓർമ്മകൾ മിന്നിമാഞ്ഞു. അച്ഛൻ്റെ ചിരിയും അമ്മയുടെ വാത്സല്യവും എല്ലാം ആ മഴത്തുള്ളികൾക്കൊപ്പം മുറ്റത്ത് പെയ്തിറങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. ഓരോ മഴക്കാലവും അവൾക്ക് നൽകുന്നത് മരിക്കാത്ത കുറേ ഓർമ്മകളാണ്. പെട്ടെന്നാണ് പെയ്തു തോരാത്ത ആ മഴയെ കീറിമുറിച്ചുകൊണ്ട് പടിവാതിൽക്കൽ ഒരു നിഴൽ കണ്ടത്. നന്ദ തൻ്റെ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. മഴ നനഞ്ഞ് കുതിർന്ന ഒരാൾ പടിവാതിൽ കടന്ന് തറവാടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. നനഞ്ഞൊട്ടിയ ഷർട്ടും കയ്യിലൊരു ബാഗുമായി നിൽക്കുന്ന ഒരു യുവാവ്. അവൻ ശ്വാസം വിടാൻ പ്രയാസപ്പെടുകയായിരുന്നു. ക്ഷമിക്കണം, പെട്ടെന്ന് മഴ പെയ്തപ്പോൾ കയറി നിന്നതാണ്, അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. നന്ദ ഒന്നും മിണ്ടിയില്ല. എങ്കിലും ആ അപരിചിതന്റെ സാമീപ്യം ആ തണുപ്പിലും അവളുടെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭൂതി നിറച്ചു. എൻ്റെ പേര് ദേവൻ, അവൻ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ നന്ദയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആ തറവാട്ടിൻ്റെ നിശബ്ദതയിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുന്നു. തുടരും. ആദ്യ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഇനി ഞാൻ കഥകൾ ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് മുമ്പോട്ട് ഇനിയും കഥകൾ എഴുതാനും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.